നമ്മുടെ ജീവിതത്തിലെ ശക്തിപ്പെടുത്തുന്നത്, ചെറുതാകാനുള്ള ശക്തി തരുന്നത് കുർബാനയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു. ഈശോ വരച്ച ഒരു വട്ടമാണ്. ഞാൻ സെമിനാരിയിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. ഇതുപോലെ അഖിലാണ്ടങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ ഒരപ്പമായി ചെറുതായി. അതാണ് കുർബാന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ ചെറുതാകാനുള്ള ശക്തി തരുന്നത് കുർബാനയാണ്. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മൾ വലിയാഴ്ചയിലൂടെ കടന്നുപോയി, ഈശോയുടെ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഈശോയുടെ ഉത്ഥാനാനുഭവത്തിൽ ഇതുപോലെ തൂക്കുവാൻ തമ്പുരാന് സാധിച്ചത് പ്രത്യേകിച്ച് സ്വർഗത്തിന്റെ അഭിഷേകം. ഈ സ്വർഗത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് കുർബാനയിലൂടെയാണ്. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാൻ. ഇതുപോലെ ചെറുതാൻ, ഒന്നാമതായിട്ട് നമുക്ക് ചെറുതാകാൻ കഴിയും, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണമെന്നുള്ളതാണ്. ഈശോ ആഗ്രഹിക്കുന്നത്, കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി ഇതാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ കൃപകൾ ലഭിക്കാത്തത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം മുഴുവൻ കുർബാനയായതുകൊണ്ട്, യേശുവിൻ്റെ ശരീരം അതുപോലെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചത് നമ്മൾ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സിരകളുടെ കർത്താവിൻ്റെ രക്തം ഒഴുകുമ്പോൾ എന്തുകൊണ്ട് ഈ കൃപ നമുക്ക് ലഭിക്കാതെ സ്നേഹിക്കാനായിട്ട് പറ്റണം. ഒരുപക്ഷെ നമ്മൾ നോമ്പൊക്കെ എടുത്ത് അതിൻ്റെ എല്ലാം പൂർണ്ണതയിലൂടെ കടന്നു പോയിട്ട് സ്നേഹിക്കാൻ. അപ്പോൾ ഒന്നാമതായിട്ട് കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാവരെയും പരിധികളില്ലാതെ സ്നേഹിക്കണം. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുകയില്ല. സ്നേഹത്തിന് അജഗജാന്തര വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഞാൻ ആരെയും മാറ്റി നിർത്തി. കുർബാന നമ്മളോട് ആവശ്യപ്പെടുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അപ്പം നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമ്മുടെ കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി എല്ലാവരെയും ചേർത്ത് വയ്ക്കണം, എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്. ഒന്നാമതായിട്ട് ബൈബിള് പറയുക, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശത്രുവിൻ്റെ തലയിൽ നമ്മൾ തീക്കനൽ കൂട്ടണം. പ്രാർത്ഥന ഇതിനുള്ള ശക്തി തരുന്ന കുർബാനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു പക്ഷേ നമ്മളെ സ്നേഹിക്കാത്തവരെ, നമ്മളെ മാറ്റി നിർത്തിയവരെ, നമ്മൾ ഒറ്റപ്പെടുത്തിയവരെ, അതിനുള്ള ശക്തി കുർബാന തരും. കുർബാനയിൽ ഓർക്കണം. അങ്ങനെയുള്ളവരെയൊക്കെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുക, മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുക. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ശക്തി നമുക്ക് തരുന്നതും വിശുദ്ധ കുർബാനയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ അനുഭവം ഓർക്കുകയാണ്. ഞാൻ എൻ്റെ PhD ചെയ്തത് MG യൂണിവേഴ്സിറ്റിയിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ സ്ഥലമാണ്. അപ്പോഴേ ഞാൻ പാലായിൽ നിന്ന് ബസ്സിലാണ് പലപ്പോഴും പോവുക. ഒറ്റ ബസ്സിൽ യൂണിവേഴ്സിറ്റി ഇറങ്ങുക, അവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് ബസ്സിന് തിരിച്ചു പോരും. ഒരിക്കലും ഇങ്ങനെ പോയപ്പോൾ പിന്നീട് എനിക്ക് കോട്ടയം വരെ പോകണമായിരുന്നു. ഞാൻ ബസ്സിൽ കയറി, യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് ബസ്സിൽ കയറി നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ സീറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒറ്റ സീറ്റ് പ്രേമികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഞാനൊരു ഒറ്റ സീറ്റിൽ അങ്ങ് ഇരിക്കുക. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കൂടുതൽ ആൾക്കാർ കയറുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റോപ്പിലാണ്. ബസ് അവിടെ എത്തി, അവിടുത്തെ സ്റ്റാൻഡിൽ കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ സീറ്റിൽ എല്ലാ സീറ്റിലും ഓരോ ആൾക്കാരേ ഉള്ളൂ. ഒരു 10-50 ആൾക്കാരുണ്ട് ബസ് കയറാൻ. അപ്പം നമുക്ക് ഇപ്പോൾ അങ്ങനെയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്ന രസം, നമ്മൾ ഇടിച്ച് ബസ്സിൽ കയറിയാൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു ഇപ്പോൾ അതൊന്നുമില്ല. പണ്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്. ഞാൻ ഈ ബസ്സിൻ്റെ ഫ്രണ്ട്സ് ഡോറിൻ്റെ 2 സീറ്റ് പുറകിലിരിക്കുമ്പോൾ എനിക്കാണ് 10-40 പേര്, 50-ഓളം പേരിങ്ങനെ ബസ്സിൽ കയറാനായിട്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു മനുഷ്യൻ, ഏറ്റവും പുറകിലുള്ളൊരു മനുഷ്യൻ, ഒരു നരന്ത് പോലെ ഇരിക്കുന്ന മനുഷ്യൻ, അവന് ഓടി പാഞ്ഞു വന്ന് ഈ ആൾക്കാരുടെ ഇടയിലൂടെ ഞുഴഞ്ഞു കയറി അവൻ ഒന്നാമതെത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി, അവനാണ് സൂപ്പർ ഇടിയൻ, അവൻ ഒന്നാമതെത്തിയിട്ടുണ്ട്. ഞാൻ അവനെ നോക്കി, അവൻ്റെ മിന്നുന്ന പ്രകടനം ഞാൻ നോക്കി നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ കുളിച്ചിട്ട് ഒരു 2 മാസമായിട്ടുണ്ട്. അവൻ തുണി അലക്കിയിട്ടും കുറേ നാളായിട്ടുണ്ട്. ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, അവൻ എൻ്റെ സീറ്റിൽ വരരുത്, കാരണം എൻ്റെ കൂടെ ഒരു സീറ്റ് ബാക്കിയുണ്ട്. ഏതായാലും അവനാണ് ഒന്നാമത് കയറിയത്. അവൻ കയറിയിട്ട് എല്ലാവരും ഒന്ന് വീക്ഷിച്ചു. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ സീറ്റിൽ കറക്റ്റ് വന്നിരുന്നവൻ. അവൻ എൻ്റെ സീറ്റിൽ. എനിക്ക് അവനോട് ഏറ്റുപോകാൻ പറയാനുള്ള അവകാശമില്ലല്ലോ, ബസ് എൻ്റെ സ്വന്തമൊന്നും അല്ലല്ലോ. അവനോട് ഇരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ കുളിച്ചിട്ട് ഒരു 5 കൊല്ലം ആയിട്ടുണ്ട്. അതുപോലെ ദുർഗന്ധമൊക്കെ വരാനായിട്ട് തുടങ്ങി.
ഉടൻ തന്നെ എനിക്ക് ഡ്യൂറോപ്ലക്സിൻ്റെ ബെഡ് പോലെ വിശാലമായ ശരീരമുള്ളത് കൊണ്ടായിരിക്കാം, അവൻ വന്നിരുന്നു. ഉടൻ തന്നെ എൻ്റെ മാറിടത്തേക്ക് ചാരിക്കിടന്നു. നല്ല സുഖം, അവൻ ഉറങ്ങാൻ തുടങ്ങി. ഞാൻ യൂണിവേഴ്സിറ്റി പോയതുകൊണ്ട് ഫാൻസ് ഷർട്ടുമായിരുന്നു വേഷം. ഞാൻ കൈകൊണ്ട് അവനൊന്ന് തട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടി ആവേശത്തോടെ അവൻ എൻ്റെ മാറിടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് വിളിച്ചുണർത്തി. ഞാൻ പറഞ്ഞു, ഞാനൊരച്ഛനാണെന്ന് പറഞ്ഞു. ഏറ്റില്ല അത്. കാരണം പുള്ളി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുള്ളി വീണ്ടും എൻ്റെ മാറിടത്തിൽ ചാരിക്കിടന്ന് അവൻ ഉറങ്ങാൻ തുടങ്ങി. ഞാൻ മുഴുവൻ പറയുന്നില്ല. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായത്, എൻ്റെ വായിൽ നിന്ന് ചില പ്രത്യേക ദ്രാവം കൂടി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സർവ്വ നിയന്ത്രണവും പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇരുന്നു, ഞാൻ ഏറ്റുപോവുകയാണ്. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഇനി ഞാൻ ഉറങ്ങില്ല. പുള്ളിയുടെ ചരിത്രം പറഞ്ഞു, കഥ പറഞ്ഞു. അവർ കുമരകംകാരാണ്. ഇവരിങ്ങനെ കക്ക വാരി ജീവിക്കുന്ന ആൾക്കാരാണ്. പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടി ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് കക്ക വാരുന്ന സമയത്ത് ഭാര്യയ്ക്കൊരു ബോധക്കേടുണ്ടായി. കഴിഞ്ഞ 10 ദിവസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ICUവിലാണ്. ഞങ്ങൾക്ക് ആരുമില്ല. 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. അവരെ അടുത്ത വീട്ടിലാക്കി. 10 ദിവസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ICUവിന് മുമ്പിൽ ഞാൻ നിൽക്കുക. അച്ചോ, കുളിച്ചിട്ട് 10 ദിവസമായി. ഈ വസ്ത്രം മാറിയിട്ട് വന്ന വസ്ത്രത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഒരാൾ എന്നെ അന്വേഷിച്ച് വന്നത്. ഞാൻ അയാളെ നമ്മുടെ മെഡിക്കൽ കോളേജ് നോക്കി നിന്നില്ലെങ്കിൽ മുറച്ചെറിയ നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ താൽക്കാലമായിട്ട് ഇതിന് മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോവാ. ഒന്ന് കുളിക്കണം, എനിക്കൊന്ന് വസ്ത്രം മാറണം, എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം. ഇനി ഞാൻ ഉറങ്ങുകയല്ല അച്ഛാന്ന് പറഞ്ഞു. പുള്ളി എങ്ങനെ ഇത്രമാത്രം പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഇത് പറയേണ്ട താമസം വീണ്ടും പുള്ളി എൻ്റെ മാറിടത്തേക്ക് ചാഞ്ഞു. ഇപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഞാൻ എന്നറിയാവോ, എൻ്റെ കൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ തോളയിലോട്ട് വെച്ചു. ആർകൂട്ടി നിങ്ങൾ യാത്ര ചെയ്താൽ അറിയാം, ഒത്തിരി വളവും പുളവും ഒക്കെയുള്ള വഴിയാണ്. ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാകരുത്. ഞാൻ എൻ്റെ ശരീരത്തെ അഡ്ജസ്റ്റ് ചെയ്തു, കാരണം അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാകരുത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കോട്ടയത്തെത്തി. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു, വീണ്ടും ഉറങ്ങിപ്പോയല്ല. ഞാൻ പറഞ്ഞ സാരമില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ദുർഗന്ധം അനുഭവപ്പെട്ടില്ല. ഒരുപക്ഷെ ആദ്യം എനിക്ക് ആ മനുഷ്യനോട് നല്ല വെറുപ്പായിരുന്നു. ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാനൂടെ വീട്ടിലേക്ക് വരാം, തുണി അലക്കാൻ വേണം ഞാൻ കൂടാം, വേണമെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ സഹായിക്കും, ഞാൻ വരണോ? എനിക്ക് മനുഷ്യരോട് വലിയ ഒരു ആർദ്രത തോന്നി. പുള്ളി പറഞ്ഞു, അച്ഛാ വേണ്ടച്ചോ, ഇനി ഞാൻ ഉറങ്ങില്ല. ഞാൻ എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ഇനി ഉറങ്ങില്ല. ഞാൻ ഓർക്കുകയാണ്. ഈ ഇറങ്ങാൻ നേരത്ത് പുള്ളി എന്നോട് ഒരു വാചകം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതുവരെ എനിക്ക് പിടികിട്ടിയില്ല, നിങ്ങൾക്ക് പിടികിട്ടിയാൽ പറഞ്ഞു തരണം. പോകാൻ നേരത്ത് പുള്ളി പറഞ്ഞ വാചകം ഇതാണ്. രണ്ടാമത്തെ ഭാഗത്ത്, ആദ്യത്തെ ഭാഗമല്ല, രണ്ടാമത്തെ ഭാഗത്ത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ മടി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഇത്ര നല്ലോലെ ഉറങ്ങിയത് അച്ഛൻ്റെ മാറിടത്തിൽ കിടന്നാണ് പുള്ളി പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ സ്നേഹിക്കാൻ പറ്റി. അപ്പം ഞാൻ പറയും, നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം, എനിക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയത്, തുറന്ന് സ്നേഹിക്കാൻ പറ്റിയത്, അത് കുർബാനയുടെ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, കുർബാന നമ്മുടെ ദൈവത്തിൻ്റെ കൃപകൾ, എത്രയോ കൃപകളും അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെ, കുർബാനയെ നമ്മൾ വിളിക്കാറുണ്ട് ദൈവ സ്നേഹത്തിൻ്റെ കൂദാശ എന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത്ഭുതം പ്രവർത്തിച്ച കൂദാശയാണ് കുർബാനയെങ്കിൽ, ഈ കൃപകളും അഭിഷേകമൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ ചെറുതാകണം. ആദ്യമായിട്ട് നമ്മൾ ചെറുതാകേണ്ടത് എപ്പോഴാണെന്നറിയോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കും, വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ആരുടെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുർബാനയിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒരു കോളേജിൻ്റെ പ്രൊഫസറാണ്, പ്രിൻസിപ്പളൊക്കെയാണ്. ഞാൻ ഓർക്കുന്നു, അൽഫോൻസ കോളേജിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും കുർബാന അർപ്പിക്കപ്പെടുന്ന കോളേജാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും. അതിപ്പോൾ എൻ്റെ ഒരു ബുദ്ധിയായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഈ കോവിഡ് കാലത്ത് 12 കുർബാന ഞാൻ ചെല്ലാൻ കാരണം എൻ്റെ ഒരു ബുദ്ധിയായിരുന്നില്ല.
ഞാൻ മാതാവിനോട് ചോദിച്ചു. മാതാവ് പറഞ്ഞു 12 കുർബാനയല്ലേ. ഇതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 1 ഇപ്പോൾ 1 വർഷമായുള്ള പ്രിൻസിപ്പളായിട്ട്. പ്രിൻസിപ്പളാകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിതാവ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മുടെ ഒരു ശുശ്രൂഷ ഈ ശുശ്രൂഷയാണ്. അപ്പം പ്രിൻസിപ്പളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ആധ്യാത്മികത കളയുന്ന ഒരു കാര്യമാണ് പ്രിൻസിപ്പൽ പദവി. അതുകൊണ്ട് ഞാൻ അറ്റകൈക്ക് ആരും ഇല്ലാതെ വന്നതുകൊണ്ട് അനുസരണത്തിൻ്റെ ചെറുതാകാനുള്ള ഒരു അവസരമാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമായാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നു അൽഫോൻസ കോളേജിൽ അപ്പോൾ ഞാൻ ജൂൺ 1 കോളേജ് അക്കാഡമിക് ഇയർ തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് എല്ലാ വർഷവും ഫസ്റ്റ് ഡേ കുർബാനയുണ്ട്. രണ്ടാമത്തെ ദിവസം അത് ആദ്യ വെള്ളിയാഴ്ച, അപ്പോൾ കോളേജിൽ കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പല വിചാരപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കരുത്. ആ സമയത്ത് എന്നോട് ഒരു സ്ത്രീ ശബ്ദം പറഞ്ഞു, എന്തുകൊണ്ട് കോളേജിൽ എന്നും കുർബാന ചൊല്ലിക്കൂടാ? അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ച കാര്യമല്ല. ഒരു പക്ഷേ ലോകത്തിൽ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കപ്പെടുന്ന ഏക കലാലയം അൽഫോൻസ കോളേജാണ്. എല്ലാ ദിവസവും ഇതുവരെ നമ്മുടെ കിട്ടും. ഇന്ന് ഞാൻ കുർബാന ചൊല്ലിയിട്ടാണ്. രാവിലെ ഞാൻ ഒരു മടത്തി കുർബാന ചൊല്ലും. ഇന്ന് കുർബാന 12:30. എല്ലാ ദിവസവും 12:30 കോളേജിൽ കുർബാനയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരു കുർബാന കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. അൽഫോൻസ കോളേജിൽ എല്ലാ ദിവസവും 12:30 കുർബാനയുണ്ട്. ഞാൻ സൂചിപ്പിക്കാം. അപ്പം ഞാൻ ഓർക്കുന്നു, ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പ്രിൻസിപ്പൾ ആകുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. കോളേജിൽ ഈ പക്ഷം വളരെ തിരക്കിൻ്റെ പക്ഷമാണ്. അപ്പോൾ അങ്ങനെയായപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കുന്ന വ്യക്തിയല്ല. ഞാൻ അവിടെ ഏറ്റുപറയാണ്. സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു വ്യക്തിയോട്, കാരണം ആ വ്യക്തി വളരെ അസ്വസ്ഥയായിരുന്നു. അവിടെ നേതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു, പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത്ര ഞാൻ പറഞ്ഞോളൂ. പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പെസഹ ബുധനാഴ്ചയായിരുന്നു കാര്യം. അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ പെസഹ വ്യാഴാഴ്ചയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഈ വ്യക്തിയുടെ വീട് മുട്ടിയറയാണ്. ഞാൻ മുട്ടിയറെ പോയിട്ട് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെറിയ തെറ്റുണ്ടായെങ്കിലും ഞാൻ ഈ ടീച്ചറിൻ്റെ കാലെ വീണ് ഞാൻ ക്ഷമ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ പെസഹായിക്ക് മുന്നോട്ട് പോയത്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, എനിക്ക് ചെറുതാകാനുള്ള ശക്തി തന്നത് ഈ കോളേജിലെ കുർബാനയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതാകാനുള്ള. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ കൃപകളും അഭിഷേകമൊക്കെ ലഭിക്കണം. എന്ത് ചെയ്യണം? ഇതുപോലെ തോക്കണം. തോറ്റു തൊപ്പിയിടാൻ നമുക്ക് ശക്തി തരുന്നത് കുർബാനയാണ്. എല്ലാവരുടെയും മുമ്പിൽ തോക്കണം. എല്ലാവരുടെ മുമ്പിൽ തോറ്റവൻ അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ കൂദാശയാണ് കുർബാനയെങ്കിൽ, സ്നേഹമെങ്കിൽ അതുപോലെ തോക്കാൻ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കൂടെ പറയാണ്, സമയം വളരെ കുറവാണ്. അപ്പോൾ ഈ കോളേജിലെ കുർബാനയില്ലെന്നതിനെ പറ്റി കൂടെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഓർക്കാണ്, നമ്മൾ ഈ ബലിയോട് ചേർന്നിരുന്നാലുണ്ടെന്ന കൃപയാണ്. ഈ പക്ഷം ഈ കോളേജിന്, അൽഫോൻസ കോളേജിനെ സംബന്ധിച്ച് എത്ര അവാർഡുകൾ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കേരളത്തിലെ ഒരു കോളേജിന് ലഭിക്കാത്ത അവാർഡുകൾ അൽഫോൻസ കോളേജിന് തേടിയെത്തി. കുർബാന തുടങ്ങി ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച അവാർഡ് ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനുദിനം വലിയ പങ്കെടുക്കുണ്ടാകുന്ന ഭൗതികമായൊരു നന്മയെക്കൂട്ടി പറയാനാണ്. ആത്മീയ നന്മകൾ മാത്രമല്ല, ആദ്യമായിട്ട് ഞങ്ങൾക്കുണ്ടായ കിട്ടിയ ഒരു അവാർഡ്, കേരളത്തിലെ ഏറ്റവും നല്ല കായിക കോളേജിനുള്ള അവാർഡ് കിട്ടി. ഏറ്റവും നല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിൻ്റെ അവാർഡ് കിട്ടി. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് 2 അവാർഡ്. ഒന്നൊരു DBT പറയും, അത് 2 കോടി രൂപയാണ്. ഈ സമീപ പ്രദേശത്തുള്ള ഒരു കോളേജിന് അവാർഡ് ലഭിച്ചില്ലെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനുശേഷം ഒരു അവാർഡ് കിട്ടി, DST 1 കോടി രൂപ കിട്ടി. അപ്പോൾ 2 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകൾക്ക് അൽഫോൻസ കോളേജ് അത്ര പ്രശസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കുർബാന വന്നപ്പോഴുണ്ടായ മാറ്റമാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഏറ്റവും നല്ല ദീപികയുടെ ഏറ്റവും നല്ല കോളേജിനുള്ള അവാർഡും അൽഫോൻസ കോളേജ് ലഭിച്ചു. ഇങ്ങനെ അവാർഡുകൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് കുർബാന അർപ്പിക്കുമ്പോൾ. ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു, പ്രത്യേകിച്ച് കോളേജിലൊക്കെ വന്നപ്പോൾ ഈയിടെ 2 സായിപ്പന്മാർ വന്നു. അൽഫോൻസ കോളേജിൽ 1600ഓളം പെൺകുട്ടികളുണ്ട്. അവർ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇവിടെ കുട്ടികൾ ആരുമില്ലേ? പെൺപിള്ളേരാകുമ്പം വർത്താനം പറയുക സ്വാഭാവികമാണ്, കലവിലയൊക്കെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ വളരെ ശാന്തമായ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇവിടെ കുട്ടികളാണ്. ഞാൻ പറഞ്ഞ 1600 കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ കുർബാന തരുന്ന ശക്തിയാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അൽഫോൻസ കോളേജിൽ പ്രത്യേകിച്ചറിയാം, ഒരു കുഴപ്പവും ഇല്ലാതെ പോയ ഒരു വർഷമാണ്. സാധാരണ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ. ഇന്നത്തെ കുട്ടികളല്ലേ, ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ അല്ലേ. പക്ഷേ ഈ ഒരു പക്ഷം
ഞാൻ പറയും, ഒരു മന്ദമാരുതൻ പോലെ കടന്നുപോയി. ഒറ്റ കാര്യമാണ്, അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഈശോയെ വലിയ അഭിഷേകം, പ്രത്യേകിച്ച് കുർബാനയുടെ വലിയ അഭിഷേകം നിങ്ങളിലേക്ക്, നിങ്ങളുടെ അനുദിന ജീവിതത്തിലേക്ക് കൃപകൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാണ്, നമുക്ക് ചെറുതാകാൻ, നമുക്ക് തോക്കാൻ, ദൈവത്തിൻ്റെ വലിയ കൃപകളും അഭിഷേകങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കുർബാന. മൂന്നാമതായിട്ട് ചെറുതാകേണ്ട ഒരു തലമാണ്, അത് പങ്കുവെക്കുന്ന തലമാണ്. കുർബാന നമുക്ക് ഈ ചാക്രിക ലേഖനത്തിലൂടെ കടന്നു പോയാൽ പരിശുദ്ധപിതാവ് പറയുന്നുണ്ട്, ഒരു കൂട്ടായ്മയുടെ കമ്മ്യൂണിയന്റെ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിട്ട് യേശുവിനെ പ്രഘോഷിക്കാനുള്ള ശക്തി തരേണ്ടത് വിശുദ്ധ കുർബാനയാണ്. എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്ന ഒരു തലമുണ്ടാകും. നമുക്കറിയാമല്ലോ, ഈശോ അപ്പമെടുത്ത് മുറിച്ച് കൊടുത്തു. മുറിക്കപ്പെടാനുള്ള, പ്രത്യേകിച്ച് നമുക്ക് ഓർക്കേണ്ടത്, നമുക്ക് കിട്ടിയതെല്ലാം ദൈവം തന്നതാണെന്നൊരു ചിന്തയുണ്ടാകും. പങ്കുവെക്കാനുള്ള ഒരു ചിന്തയുണ്ടാകും. ഞാൻ പറയും, പങ്കുവെക്കൽ രണ്ട് തലമുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവെക്കേണ്ടത് നമ്മൾ അനുഭവിച്ച ക്രിസ്തു അനുഭവമാണ്. നമ്മൾ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി തരിക. എന്നെ ഏറ്റവും കൂടുതൽ ഈ വർഷം ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. 2023 മിഷൻ ഞായർ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവ് പറഞ്ഞു, ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടാത്ത വ്യക്തികളും ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത സ്ഥാപനങ്ങളും തകർന്നു പോകും. അപ്പോൾ എവിടെയൊക്കെ ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചില്ല, ഞാൻ തകരും. അല്ല, ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്ത പ്രസ്ഥാനങ്ങൾ തകരും. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ 2024 ദൈവകാരുണ്യയുടെ തിരുനാളിൽ ഒരുമിച്ച് ഈ വിശുദ്ധലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മൾ അനുഭവിച്ച ക്രിസ്തു അനുഭവമാണ്. ഞാൻ നിങ്ങളെന്ന് വെല്ലുവിളിക്കാം, ഇത്ര നാള് നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് നമ്മളിലൂടെ ഒരാളെങ്കിലും ക്രിസ്തുവിനെ കണ്ടു? നമ്മളെ വേട്ടയാടേണ്ട കാര്യമാണ്. ഇതുപോലെ കുർബാന സ്വീകരിച്ചിട്ട്, ഇതുപോലെ കുർബാനയെ പങ്കെടുത്തിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുക, നമ്മുടെ ശരീരം മുഴുവൻ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ, ക്രിസ്തുവിന്റെ രക്തമാണെങ്കിൽ, ഇത്ര നാള് നമ്മൾ ജീവിച്ചിട്ട് ഒരാളെങ്കിലും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. കുർബാന വെക്കുന്ന വെല്ലുവിളി ഇതാണ്, ക്രിസ്തുവാകണം, ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഒരു പക്ഷേ ഈയിടെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ കണ്ട ഒരു വ്യക്തി, ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയത് കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ദൈവം ഒരുക്കുന്ന അനുഭവങ്ങളാണ്. ഈ ദിവസങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു വ്യക്തി ഒരു മുസ്ലിം സഹോദരനാണ്. സോഷ്യൽ മീഡിയാസിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നു. അദ്ദേഹം കോട്ടയംകാരൻ സിയാദ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും അദ്ദേഹത്തെ പറ്റി, കേട്ടിരിക്കും. അദ്ദേഹം സോഷ്യൽ മീഡിയാസിലൊക്കെ യൂട്യൂബിൽ നിങ്ങൾ അല്ലെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി, സിയാദ് മുഹമ്മദ് കിട്ടും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരോ ഒരാൾ അദ്ദേഹത്തിന് ബൈബിള് കൊടുത്തു. ഏത് മതമാണെന്ന് നിങ്ങൾക്കറിയാം. ഇദ്ദേഹം ഈ ബൈബിള് സൂക്ഷിച്ചു വെച്ചു, എന്നിട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ചു 21ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തി, ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് ഇപ്പോഴും ഈ പേരിൽ അറിയപ്പെടുക. അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഈ യൂട്യൂബിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം കോട്ടയത്തടുത്ത് പള്ളം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹം എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. അദ്ദേഹം എന്നും കുർബാനയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അരമണിക്കൂറിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ എല്ലാ ദിവസവും മുടങ്ങാതെ അദ്ദേഹം കുർബാനയ്ക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സാധാരണ ഒരു ടാക്സി ഡ്രൈവറാണ്. സാധാരണ ഒരു 5 സെന്റ് വീടും 5 സെന്റ് സ്ഥലം, ഒരു കൊച്ചു വീടുമുള്ള ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം, അദ്ദേഹം കഴിഞ്ഞ 21 വർഷമായിട്ട് ശുശ്രൂഷ നടത്തുകയാണ്. 21 വർഷത്തെ അദ്ദേഹം ശുശ്രൂഷയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളം മുഴുവൻ 2 പ്രാവശ്യം സഞ്ചരിച്ച് പറഞ്ഞു, ക്രിസ്തു മാത്രമാ ദൈവം. അദ്ദേഹം കേരളം മുഴുവൻ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അദ്ദേഹം എങ്ങനെയാ തിരുവനന്തപുരത്ത് അങ്ങോട്ടാണ് പോയത്. പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു മാത്രമാ ദൈവം. ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ
ക്രിസ്തുവാണ് ദൈവം എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തെ അവർ മർദ്ദിച്ചു. ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ട് കൈ ഉയർത്തി പറഞ്ഞു, ക്രിസ്തു മാത്രമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മാത്രമാണ് ദൈവം. അപ്പൊ ഞാൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ കുർബാന നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ അദ്ദേഹം പറയാണ് മൂന്നാമത് എൻ്റെ ഒരു ആഗ്രഹം, കേരളം മുഴുവൻ എനിക്കൊന്നുകൂടെ പ്രസംഗിക്കണം, ക്രിസ്തു മാത്രമാ ദൈവം. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചത് ഒരു ടാക്സി ഡ്രൈവറാണ്. നിസ്സാരമായ മാത്രമല്ല, ഈ പറഞ്ഞ അനുഭവത്തിന്റെ മൂർത്തമായൊരു ഭാവമുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും 50 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. 50 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കോട്ടയത്തിന്റെ തെരുവീഥകളിലെ അവിടെ കിടന്നുറക്കുന്ന വ്യക്തികൾ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ വലിയ ശുശ്രൂഷയാണ്. ഇപ്പൊ നമ്മുടെ കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളി അത് ക്രിസ്തുവിനെ കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളിലൂടെ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. നമ്മളെങ്ങനെയാ, നമുക്ക് വലിയ കാര്യങ്ങളല്ല. ബൈബിളിൽ ക്രിസ്തുവിന് ഒരു നിർവചനം ഉണ്ടെങ്കിൽ ദൈവം കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ. ഹീസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കൊച്ചു കാര്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31 അന്ത്യവിധിയുടെ മാനദണ്ഡം എന്താണ്? അവിടെ ദൈവം കൊച്ചു കാര്യം, ഏത് മനുഷ്യനും എപ്പോഴും സാധിക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി വിധിക്കുന്ന ദൈവമാണ്. ദാഹിച്ചവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത അവന് സ്വർഗമാണ്. രോഗിയെ പോയി കണ്ടാൽ അവന് സ്വർഗമാണ്. അപ്പം കൊച്ചു കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. നമ്മുടെ ജീവിതത്തെ വേട്ടയാടേണ്ട കാര്യം ഞാൻ പറയും. നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമ്മുടെ ഇത്ര നാൾ നമ്മൾ ജീവിച്ചിട്ട് ഞാൻ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചിറ്റാർ എന്നൊരു പള്ളിയിൽ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഒരു പള്ളിപണിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിപണിയുടെ സമയത്ത് ഞാൻ ഒരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. ഞാൻ 4 വർഷം ചെരുപ്പിടാതെ നടന്നു. പള്ളിയുടെ തറക്കല്ലിട്ടന്ന് ഞാൻ ചെരുപ്പ് ഊരി പിന്നീട് 4 വർഷം ചെരുപ്പിടാതെ നടന്നു. ഇപ്പം കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ചെരുപ്പിടാതെ പോയിക്കൊണ്ട് പിള്ളേരെന്നെ കണ്ട് വട്ടനച്ചൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ചെരുപ്പിടാതെ നടക്കാമെന്നൊക്കെ പറഞ്ഞ, പക്ഷേ ഞാൻ അങ്ങനെ പോയി 4 വർഷം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് സൂചിപ്പിച്ചു. ആയതുകൊണ്ട് എനിക്ക് 2 മാസത്തിലൊരിക്കൽ അമലയിൽ പോയി ചെക്കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഞങ്ങൾ ഇവിടെ ആശുപത്രിയിൽ പോവുകയാണ്. തലേദിവസം പോകും, പിറ്റേ ദിവസം 2 മണി കഴിയും. നമ്മുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിയും. ഇതുമായി ബന്ധപ്പെട്ട 100 കണക്കിന് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ഞങ്ങൾ വലിയൊരു പരസ്യം കണ്ടു. തൃശ്ശൂർ മുഴുവൻ ഒരു പരസ്യം. ഗുരുവായൂർ ഭാഗത്ത് ഒരു 4 സ്റ്റാർ വെജിറ്റേറിയൻ ഹോട്ടൽ. 4 സ്റ്റാർ വെജിറ്റേറിയൻ ഹോട്ടൽ. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. എന്നെ കൊണ്ടുപോകുന്ന വ്യക്തി പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് ചെലവ് ചെയ്യണം. ഈ പ്രാവശ്യം അച്ഛൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ ടെൻഷനോടെയാണ് ചെല്ലുക. അപ്പോൾ ഈ പ്രാവശ്യം അച്ഛന് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അച്ഛൻ നീ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അച്ഛൻ എനിക്ക് ആ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. തൊടുപുഴക്കാരനാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞു കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഈ പറയുന്ന ഹോട്ടലിൽ അവിടെ എത്തി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആശുപത്രി പോയതുകൊണ്ട് ഫാൻസി ഷർട്ടുമായിരുന്നു വേഷം. ഞാൻ ചെരുപ്പിടാതെയാണ് ഈ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെന്നൈ ബേസ്ഡ് ബ്രാഹ്മിൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ജസ്റ്റ് ഗെറ്റ് ഔട്ട്. പുള്ളി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, താങ്കൾ പുറത്തു പോകണം. പുള്ളി പറഞ്ഞു, ഇതൊരു 4 സ്റ്റാർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പം ഇതുപോലെ ചെരുപ്പിടാത്ത വൃത്തി മേനയില്ലാത്തവന്മാരെ ഒന്നും കയറ്റുകയല്ല. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ബലമായിട്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള അവകാശമൊന്നുമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇറങ്ങി. കൂടെയുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു വൈദികനാണ്. പുള്ളി നോക്കി, അടിമുടി നോക്കി. ഇത്രയും മുഴുത്ത അച്ഛനെ ആദ്യമായിട്ടാണ് കാണുക. പുള്ളി ഒന്ന് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, യു ജസ്റ്റ് കമിൻ. അകത്ത് വരണം. ഒരു പക്ഷേ എന്നെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെ ചെരുപ്പൊക്കെ ഇടാതെ നടക്കുക? അപ്പം ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ത്യാഗം എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ത്യാഗമാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ചെന്നൈയിലാണ്. എനിക്ക് പല കാര്യങ്ങൾ ഞാനൊരു ക്രിസ്ത്യാനികളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ നിങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ, ഒരു വിരൽ ചൂണ്ടിയാൽ 3 എനിക്കെതിരെയാണ്. ശരീരത്തെ ദൈവം ഒളിച്ചു വെച്ച ഭാഷയാണ്. നിങ്ങൾക്കെതിരെ ഞാൻ ഒരു വിരൽ ചൂണ്ടിയാൽ 3 എനിക്കെതിരെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്രിസ്ത്യാനികളെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരാണ്.
ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പുള്ളിയുടെ ഒരു ചിന്ത. പുള്ളി പറഞ്ഞു, അച്ഛൻ ഇവിടെ വരണം, ഇരിക്കണം. അപ്പം പുള്ളി ചായ തന്നു, ഞാനതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, എവിടെ പോയാലും എൻ്റെ കാറിൽ ഒരു ബൈബിൾ കാണും, ഒരു ഇംഗ്ലീഷ് ബൈബിൾ. അപ്പോഴും ഇംഗ്ലീഷ് ബൈബിളാണ്. ഇതെല്ലാം ദൈവം ഒരുക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പുതിയ നിയമത്തിലെ ഇംഗ്ലീഷ് അത് ബൈബിൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. ഞാൻ പറഞ്ഞു, യു ജസ്റ്റ് റീഡ്, ചുമ്മാ വായിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു. 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ഞാൻ തൃശ്ശൂർ അമലയിൽ പോകുമ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് അവിടെ ഒന്ന് പോകണം. എനിക്കങ്ങനെ തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അവിടെ ഒന്ന് പോകണം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ആദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ ഹോട്ടലിൽ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഒരു ദേവതയുടെ ചിത്രം, രൂപം, ഒരു പ്രതിമയുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പം കണ്ടത് അവിടെ ക്രിസ്തുവിൻ്റെ രൂപം വെച്ചിരിക്കുക. അദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം ക്രിസ്തുവിൻ്റെ രൂപം വെച്ചിരിക്കുക. അതുകൊണ്ട് മാത്രം തീർന്നില്ല. പുള്ളിനോട് പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ അങ്ങ് വായിച്ചു. ഇന്ത്യയിലെ 22 വലിയ 3 സ്റ്റാർ ഓർ 4 സ്റ്റാർ ഹോട്ടലുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയിൽ 22 22 സ്ഥലത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ പ്രതിമ ഞാൻ വെച്ചിരിക്കുക, ക്രിസ്തുവിൻ്റെ രൂപം വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവായിരുന്നു. എനിക്കെന്തോ ഒരു അസ്വസ്ഥതയാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അസ്വസ്ഥതയ്ക്ക് ഒരു കുറവുണ്ടായി, ഒരു നിറവ്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയൊരു സന്തോഷം അനുഭവിക്കുകയാണ്. വീണ്ടും എനിക്ക് ക്രിസ്തുവിനെ പറ്റി അറിയണമെന്ന് താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ പോയി, നമുക്കറിയാം മുരിങ്ങൂർ ഇംഗ്ലീഷ് ധ്യാനമുണ്ട്, അവിടെ പോയി ഇംഗ്ലീഷ് ധ്യാനം കൂടി അദ്ദേഹം. അതുകൊണ്ട് തീർന്നില്ല. ഈ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാകും, അവിടെ ലീഫ്ലെറ്റുകൾ, ലഘുലേഖ, ക്രിസ്തുവിനെ പറ്റിയുള്ള ലഘുലേഖകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ലഘുലേഖ എടുത്തു, അതിൻ്റെ 10 ലക്ഷം കോപ്പി എടുത്തു. പ്രൈസ് ദി ലോർഡ്, 10 ലക്ഷം കോപ്പി, 10 ലക്ഷം രൂപ മുടക്കി 10 ലക്ഷം കോപ്പി എടുത്തു. എന്നിട്ടിപ്പോൾ എൻ്റെ 22 ഹോട്ടലിൽ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം അല്ലെങ്കിൽ തമിഴ്, അതിൻ്റെ അകത്ത് ഞാൻ വരുന്നവർക്ക് ഒരു ബില്ല് പേ ചെയ്യുമ്പോൾ ഒരു ലീഫ്ലെറ്റ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം. ഈ വ്യക്തി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ എൻ്റെ ചങ്കിൽ, എൻ്റെ നേരിപ്പോടിൽ വലിയൊരു അനുഭൂതി ഉണ്ടായത് ഞാൻ കുർബാനയെ പറ്റി വായിച്ചപ്പോഴാണ്. കാരണം ഞാനൊരു അപ്പം കൊടുക്കുന്നവനാണ്, അദ്ദേഹം ഒരു ഹോട്ടൽ ഉടമയാണ്, ഞാൻ അപ്പം കൊടുക്കുന്നവനാണ്. പക്ഷെ കുർബാനയെപ്പറ്റി അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി. ഞാൻ അടുത്തുള്ള പള്ളികളിൽ പോകും, അദ്ദേഹം ഇന്നും അതൊന്നും മാറിയിട്ടില്ല, കുർബാനയ്ക്ക് മുമ്പേ പ്രാർത്ഥിക്കും. എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ക്രിസ്ത്യാനിയായി തീരണം. അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാ, നോക്കണം. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ വന്നാൽ ഇങ്ങരുടെ ബിസിനസ്സിനെ നെഗറ്റീവായി ബാധിക്കില്ല? പുള്ളി പറഞ്ഞു, ബാധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് എനിക്ക് ഒരു പരാജയം ഉണ്ടായിട്ടില്ല, എനിക്ക് വിജയം ഉണ്ടായി, കൂടുതൽ വിജയം ഉണ്ടായി. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം ഇതാണ്, നമ്മുടെയൊക്കെ ഒരു വലിയ വെല്ലുവിളി, പ്രത്യേകിച്ച് 2024 ദൈവക്കാരുടെ തിരുനാളിൽ നമ്മെ വേട്ടയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്ത ഇതാണ്, ക്രിസ്തുവിനെ നമ്മളിലൂടെ. ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ചെയ്ത ചെറിയൊരു ത്യാഗമാണ്, ആ ത്യാഗത്തിൻ്റെ വിലയാണ്. നമ്മൾ ഇതുപോലെ കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു, ത്യാഗത്തിലൂടെ, ചെറിയ കാര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ഒരു പക്ഷേ നമ്മളെല്ലാവരും നല്ലവരാ. കൊച്ചച്ഛൻ സൂചിപ്പിച്ചു, ഇവിടെ നോക്കിയാൽ നല്ല പ്രകാശമുള്ള ആൾക്കാരാണ്, നല്ല കുമ്പസാരമെല്ലാം കഴിഞ്ഞ് നല്ല കൂടുതൽ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞവരാണ് നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. ഒരു പക്ഷേ പാപത്തിൻ്റെ തിന്മയുടെ വഴിയിലൂടെ നടക്കുന്നവരല്ല. പക്ഷേ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇത്ര നാള് നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഈ കുർബാന നീ എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട് ഒരാളെങ്കിലും
ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വെല്ലുവിളി, കുർബാന ചെറുതാകുന്നതിന് മറ്റൊരു തലവിതാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ കൊടുക്കണം. മാത്രമല്ല ഈ പങ്കുവെക്കൽ രണ്ടാമത്തെ ഒരു തലമുണ്ട്. അത് നമ്മുടെ സാധ്യതകൾ മറ്റുള്ളവർ കൊടുക്കണം. നമുക്ക് കിട്ടിയത് ഒരുപക്ഷെ നമ്മുടെ സമ്പത്താകാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് നമുക്കുള്ളത് പങ്കുവയ്ക്കുക. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബൈബിളിൽ എന്നെ ചിന്തിപ്പിച്ചത്, എൻ്റെ ജീവിതത്തെ മാറ്റിയത് ലൂക്കായുടെ സുവിശേഷം 12:48 ലൂക്ക 12:48 എന്നറിയാവോ? 12:48 എങ്ങനെ? കൂടുതൽ തന്നവരോട് കൂടുതൽ ചോദിക്കും. ആർക്കൊക്കെ കൂടുതൽ തന്നോ ദൈവം കൂടുതൽ ചോദിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ക്രിസ്തു അനുഭവം ഒരുപക്ഷെ കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ അറിയിക്കാനുള്ള ഒരു വിളിയുണ്ട്. കൂടുതൽ തന്നവർക്ക് ദൈവം കൂടുതൽ ചോദിക്കും. അതുപോലെയാണ് നമുക്ക് കിട്ടിയ സാധ്യതകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ പറ്റും. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ നമുക്ക് നല്ല വീടൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ കോട്ടയത്തു നിന്ന് ഇച്ചിരി മടുത്താണ് വന്ന് രാവിലെ ഓഫീസിലെ പരിപാടി കഴിഞ്ഞ് പിന്നെ 2.5 മണിക്കൂർ പ്രിൻസിപ്പൽസ് കോൺഫറൻസ് ആയിരുന്നു, അവിടെ ഇരുന്ന് മടുത്തു. ഇങ്ങനെയാണ് വന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങ് വരുമ്പോൾ ഞാൻ ഓർത്തു, എത്രയോ മനോഹരമായ വീടുകളാണ്, ഒന്നിനൊന്ന് കിടപിടിക്കുന്ന വീടുകൾ. ഒരു കാര്യം ഓർത്തോണം, നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നമ്മൾ ചേർത്ത് വെച്ച് നമ്മളുണ്ടാക്കിയ ഭവനങ്ങളുണ്ടല്ലോ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയും യു ഗെറ്റ് ഔട്ട്. വീട് പറയും ഇറങ്ങിപ്പോകാൻ. വീട് തിരിച്ചു പറയോ? ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, പോകണ്ട. 3-4 ദിവസം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് ബോബനമോളിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വീട് പറയും ഗെറ്റ് ഔട്ട്. മാക്സിമം 24 മണിക്കൂറാണ്. പണ്ടൊക്കെ 24 ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും ഇല്ല. കാരണം ആരും സമയമില്ല, മരിച്ചു വീട്ടിൽ വരാൻ ആൾക്കും താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ അധികം നേരമില്ല, 5-8 മണിക്കൂറേ ഉള്ളൂ. നിങ്ങളുടെ വീട് പറയും യു ഗെറ്റ് ഔട്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മൾ ശവമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരിക്കലെ കോളേജിൽ, അൽഫോൺസ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എക്കണോമിക്സുകാരാണ്. ഇപ്പോൾ 10-70 പിള്ളേരുണ്ട്. ഞങ്ങൾ ആവശ്യത്തോടെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ, ഞാനിരുന്ന ഇടവകയിലെ ചേട്ടൻ, 40 വയസ്സുള്ള പുള്ളി പെട്ടെന്ന് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എപ്പോഴാ സമയം? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം പോലെ സമയമാണ്, എന്നാ കാര്യം? പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യ ഇപ്പം കുഴഞ്ഞു വീണ് മരിച്ചു, അച്ഛൻ എപ്പോഴാ സമയം അടക്കാൻ? നമ്മൾ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹം എന്നറിയോ? പിന്നെ നമ്മൾ നടക്കണമെന്നുള്ളൂ. പറയോ? ഒരു പക്ഷേ നമ്മൾ ആലങ്കാരികമായ ഭാഷയെ പറയും, പോകരുത്, തരുവേല, വിടുവേല, അച്ഛാ കൊണ്ടുപോകരുതെന്നൊക്കെ പറയും. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഉപേക്ഷിക്കും. മറ്റൊരു കാര്യമാണ് നമ്മുടെ സമ്പത്ത്. ഞാൻ ഓർക്കുന്നു, ഞാൻ തൃശ്ശൂർ അമലയിലാണ് എൻ്റെ ചികിത്സ. ഞാനൊരു 21 വർഷമായിട്ട് അവിടെ ചികിത്സിക്കുന്നുണ്ട്. ഞങ്ങൾ കാണുന്ന മാത്യു എന്നൊരു ഡോക്ടറാണ് വർഷങ്ങളായിട്ട്. ഞാൻ പലപ്പോഴും ആ ഡോക്ടറിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവിടെ വരുന്ന പല രോഗികൾ തമ്മിൽ ഞങ്ങൾ പരിചയം ഉണ്ടായിട്ടുണ്ട്, ഒരേ ഡോക്ടറിൻ്റെ കീഴിൽ വരുന്നവരൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കൂടെ പലപ്പോഴും ഡോക്ടറെ കാണാൻ വരുന്ന രോഗിയെ സൂസൻ്റെ വീട് തൃശ്ശൂർ, അവിടെ വളരെ പ്രസിദ്ധമായ ആലപ്പാട്ട് വീട്ടിലെയാണ്. 10 വർഷമായിട്ട് ക്യാൻസറിൻ്റെ ചികിത്സയാണ്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ആൻറ്റു എന്നെ വിളിച്ച് പറഞ്ഞു, അച്ചു ഒരു ദുഃഖവാർത്തയുണ്ട്, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അവക്ക് വേണ്ടി 10 കോടി രൂപ ചെലവാക്കി, 10 കോടി രൂപ, പക്ഷേ പറ്റിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ സമ്പത്ത് നമ്മളെ ഉപേക്ഷിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കാനുള്ളത് നമ്മുടെ പള്ളി മാത്രമാണ്. പള്ളി മാത്രം. നിന്റെ വീട് പറയും നീ പോ, പ്രിയപ്പെട്ടവർ പറയും, യാത്രാമൊഴി പറയും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്. അപ്പോൾ അവസാനം നമ്മെ ക്ഷണിക്കാൻ, സ്വീകരിക്കാനുള്ളത് നമ്മളെ ക്രിസ്തു മാത്രമാണ്. പള്ളി എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. അപ്പം നമ്മുടെ പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം ഉണ്ടാണ്.
കുർബാന ഈശോ മുറിച്ചതിൻ്റെ ഓർമ്മയാണെങ്കിൽ പങ്കുവയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് കുർബാനയുടെ അനുഭവത്തിന് വേണ്ടി, കുർബാനയുടെ പ്രചാരണത്തിന് വേണ്ടി ജീവിതത്തിന്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പറയും, അച്ഛന് പറയാം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലുണ്ടായതെല്ലാം കുർബാന തന്ന ഒരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ പ്രസംഗിക്കാനൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ സാധിച്ചത് എന്തു ത്യാഗം സഹിച്ച് യാതൊരു പ്രതിഫലവും മേടിക്കാതെ നമ്മൾ പ്രസംഗിക്കണമെന്നുള്ള ചിന്ത എനിക്ക് തന്ന കുർബാനയാണ്, കുർബാനയുടെ അനുഭവമാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ മുമ്പ് ചിറ്റാറുന്നൊരു പള്ളി പണി. അപ്പം ഞാൻ ഓർത്ത് പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഞാൻ ആ പള്ളിക്ക് വേണ്ടി കൊടുത്തത് പങ്കുവയ്ക്കണം. ഞാൻ കൊടുത്തത് 1,30,00,000 രൂപ കൊടുത്തു. കാരണം ഞാൻ എൻ്റെ 80 സെൻറ്റ് സ്ഥലം വിറ്റ് ഞാൻ പള്ളിക്ക് കൊടുത്തു. ഇപ്പം 80 ലക്ഷം രൂപ. എനിക്ക് 10 വർഷം കോളേജിൽ നിന്ന് കിട്ടിയ മുഴുവൻ പണം ഞാൻ പള്ളി കൊടുത്തു. പങ്കുവയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ 7 മണിയാകുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്. പള്ളിയിലെ കുരിശ് വരെ കഴിഞ്ഞ് കൊന്തയായിട്ട് സെമിത്തേരി കൂടെ പോകും. അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഇന്നത്തെ വലിയൊരു ബുദ്ധിമുട്ട് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ ആൾക്കാരില്ലെന്നുള്ളതാണ്. ഈ ദിവസം ഞാൻ ധ്യാനിപ്പിക്കാൻ പോയ പള്ളിയിൽ എന്നെ ചിന്തിപ്പിച്ച അവിടുത്തെ തിരുനാളോടനുബന്ധിച്ച് നോട്ടീസ് കണ്ടു. നോട്ടീസിൽ 2 സകല മരിച്ചോടെ തിരുനാൾ. അപ്പം ഞാൻ ചോദിച്ചു, വികാരിച്ച് എന്താ 2 സകല മരിച്ചോടെ തിരുനാൾ? വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. അച്ഛനോട് പറഞ്ഞെന്നറിയാം. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഈ പള്ളി വന്നിട്ട് 5 കൊല്ലം, അച്ഛൻ്റെ 5ാമത്തെ വർഷമാണ്. ആദ്യത്തെ ദിവസം സകല മരിച്ചോടെ തിരുനാൾ. അതിനോട് അച്ഛൻ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, മാതാപിതാക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ പൂക്കൾ വെക്കണം, അവിടെ തിരികൾ കത്തിക്കണം, പ്രാർത്ഥിക്കണം ഒക്കെ പറഞ്ഞു. അച്ഛൻ നോക്കിയപ്പോൾ ഒരു 10-40 കല്ലറയിൽ ആരുമില്ല, പൂവില്ല. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ 40 കല്ലറയിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഒന്നെങ്കിൽ അവരെല്ലാം വിറ്റുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അച്ഛൻ തീരുമാനിച്ചു, പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞു, പള്ളിയുടെ ചെലവിൽ 2ാമത്തെ സകല മരിച്ചുടൻ തിരുനാൾ, പള്ളിച്ചെലവിൽ പൂവെക്കും, പള്ളിച്ചെലവിൽ തിരികത്തിക്കും, പള്ളിച്ചെലവിൽ കുർബാന. അങ്ങനെ കേരളത്തിലെ ഒരു പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, പള്ളിയിൽ 2 സകല മരിച്ചുടൻ തിരുനാൾ കൊണ്ടാടുന്ന പള്ളിയുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേരങ്ങളിൽ കൊന്തയൊക്കെ ആയിട്ട് സെമിത്തേരി കൂടെയൊക്കെ പോകാറുണ്ട്. അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ അതിലെ നടക്കുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കാം കല്ലറയിൽ നിന്ന്. കല്ലറയിൽ നിന്ന് ഇങ്ങനെയാ കേൾക്കുക, ഇച്ചിരൂടെ പ്രാർത്ഥിച്ചേക്കാമായിരുന്നു, ഇച്ചിരൂടെ ക്ഷമിച്ചേക്കാമായിരുന്നു, ഇച്ചിരൂടെ കൊടുത്തേക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു, മിണ്ടാതെ കിടന്നോണം, ഒരു കാര്യമില്ല, ഇനി വല്ല കാര്യമുണ്ടോ? അപ്പം ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്, ഈ കുർബാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന നമ്മൾ പങ്കുവയ്ക്കണം. നമുക്ക് കിട്ടിയതല്ല, ഈശോ തൻ്റെ ജീവിതം പങ്കുവച്ചില്ലേ? ഈശോ തൻ്റെ ശരീരം നമുക്ക് തന്നില്ലേ? നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാകാൻ കുർബാനയായി മാറിയില്ലേ? അതെങ്കിൽ പങ്കുവയ്ക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യത. പിന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല, ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ ധനവാൻ കല്ലറ കിടന്ന് പറയുന്നുണ്ട്, അപരാഗത്തോട് പറയുന്ന അത് കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാൻ, നമുക്ക് കിട്ടിയ സാധ്യതകളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ സാധിക്കട്ടെ. ഞാൻ കുർബാനയുടെ ഒരു 3 തലവാ സൂചിപ്പിച്ചത്, അങ്ങനെ പങ്കുവെച്ച് ജീവിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് 4 ദിവസത്തെ വചനപ്രഘോഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. അപ്പം നമുക്ക് ഈ കരുണ, ദൈവത്തിൻ്റെ കരുണ ഏറ്റവും നമുക്ക് ലഭിക്കുന്നത് കുർബാനയിലൂടെയാണ്, പ്രായോഗികമായിട്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ കുർബാനയോട് ചെന്നിരിക്കണം. എവിടെ അത്ഭുതം ഉണ്ടാകുന്നു, അവിടെ കുർബാനയുള്ളപ്പോഴാണ്. ഞാനൊരു കാര്യം കൂടി പറയുകയാണ്, പ്രത്യേകിച്ച് ഈ വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ മാതാവും കുർബാനയും മാതാവും സമഞ്ജസമായി സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാകുന്നത്. ഞങ്ങൾ കുറേ പേര് എനിക്കറിയാം, ഈ അൽഫോൻസ കോളേജിൽ എന്നോട് മാതാവ് പറഞ്ഞിട്ട് ഞാനൊരു 6 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ പേര് 1000 മണി ജപമാല എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1000 മണി എന്ന് കേട്ടുള്ള ഒരു കൈപൊക്കിക്ക് കുറച്ച് പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ 1000 മണി ജപമാല എന്നൊരു ജപമാലയുണ്ട്. അത് ഞാൻ കണ്ടെത്തിയതല്ല, അത് മാതാവ് പറഞ്ഞതാണ്. ഒരു ദിവസം ഞാനിങ്ങനെ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ആ പള്ളിയിൽ 1000 മണി ജപമാല ചെല്ലണം. അപ്പം അങ്ങനെ അത് 1000 മണി എന്ന് പറഞ്ഞാൽ വലിയ ഒരു 20 മീറ്ററുള്ള വലിയൊരു കൊന്തയാണ്.
1000 നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലുക. എല്ലാ രഹസ്യം 20 രഹസ്യം, ഒരു രഹസ്യത്തിന് 50 നന്മ, അങ്ങനെ 20 × 50 അങ്ങനെ 1000 മണി ജപമാലയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും അൽഫോൻസ കോളേജ് എല്ലാ ശനിയാഴ്ചയും 11:30 തുടങ്ങും, 4 മണിക്ക് കുർബാന തീരും. അപ്പം എല്ലാ ശനിയാഴ്ചയും അൽഫോൻസ കോളേജിലുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇന്ന് പള്ളിയിലായിരുന്നു. മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഓർക്കാറുണ്ട്. അത് കുർബാന എഴുന്നള്ളിച്ച് വെച്ചാണ് ചെല്ലേണ്ടത്. കുർബാന നമ്മൾ എഴുന്നള്ളിച്ച് വെക്കും, കുർബാനയ്ക്ക് ചുറ്റും ജപമാല പിടിക്കും, എന്നിട്ടാണ് 1000 മണി ജപമാല ചെല്ലുക. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഞാൻ കണ്ട, എന്നും അത്ഭുതം, എത്ര അത്ഭുതം. ഒരു 4 മാസം മുമ്പുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒരിക്കലെ കോളേജിൽ ഭരണങ്ങാനം അടുത്ത അമ്പാറ നിരപ്പൽ എന്ന ഭാഗത്തുനിന്ന് ഒരമ്മ വന്നു. ലക്ഷ്മി എന്നാണ് പേര്. ലക്ഷ്മി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛോ, എൻ്റെ ഒറ്റ മകൻ്റെ പേര് ഷിബു എന്നാണ്. ഷിബുവിന് എന്താണ് ലങ്സിന് ക്യാൻസറാണ്. ഒറ്റ മകനാണ്. അവന് 2 കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പോൾ മരിക്കുമെന്ന് ഉറപ്പാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സുഖപ്പെടും. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മേ, അന്ന് ശനിയാഴ്ചയായിരുന്നു, ഞാൻ പറഞ്ഞ എൻ്റെ അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് 11:30 ഇവിടെ 1000 മണി ജപമാലയുണ്ട്. അമ്മ വേണേൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, മുഴുവൻ നേരം നിൽക്കണ്ട. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഈ ലക്ഷ്മി എന്ന നന്മ നിറഞ്ഞ മറിയുക പോലും അറിയത്തില്ലാത്ത അമ്മ 5 മണിക്കൂർ ഈ കൊന്തയെ പിടിച്ചിട്ട് ഈ കുർബാനയെ നോക്കി നിന്നു. കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പോലും ചെല്ലാൻ പറ്റാത്ത, അറിയാത്ത അമ്മ 5 മണിക്കൂർ ജപമാല എടുക്കും. ഈ ജപമാലയെ പിടിച്ച് കുർബാനയെ നോക്കി നിന്നു. അപ്പം ഞാനും ഒക്കെ ചങ്കൊരുക്കി പ്രാർത്ഥിച്ചു, കാരണം അമ്മയുടെ പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞ് ജപമാല കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ എത്തി എന്നോട് അമ്മ പറഞ്ഞു, അച്ചോ, എൻ്റെ മകനെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഇപ്പം 3-4 മാസം കഴിഞ്ഞു, അവന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അവനിപ്പം ജോലിക്ക് പോകുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് കുർബാനയും ജപമാലയും ഒരുമിച്ച്. നമ്മുടെ ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ ഡിവൈൻ മേഴ്സിയുടെ പ്രത്യേകത ഇതാണ്, കുർബാന, പരിശുദ്ധ അമ്മ. അപ്പോൾ നമുക്ക് ഒത്തിരി കൃപകൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ കുടയത്തൂർ എന്നൊരു പള്ളിയിൽ കുറേ നാൾ, ആ സമയത്താണ് എനിക്ക് ക്യാൻസർ പിടിക്കുന്നത്. 2001 എനിക്ക് ക്യാൻസർ അസുഖം ഉണ്ടായത്. അന്ന് ഈ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എന്തേരം പ്രാർത്ഥിച്ചെന്നറിയാം. ഒരു പക്ഷേ ഞാൻ ഇന്ന് പിടിച്ചു നിൽക്കുന്നതും, അല്ലെങ്കിൽ ഈ ശക്തി ഇവിടെ വന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് 18 വർഷമായി തുടങ്ങിയിട്ട് അതിനുശേഷം ആ കാലഘട്ടം മുതൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുമായിരുന്നു. ഓരോ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും അവിടെ വരുമായിരുന്നു. എന്നെ ശക്തിപ്പെടുത്തിയത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനമെല്ലാം നമ്മളെ മാംസമാക്കാൻ, പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ, അമ്മ ഏറ്റവും സന്തോഷിക്കുന്നത്, അമ്മ നമ്മുടെ അടുത്ത് വരുന്നത് എപ്പോഴെന്നറിയോ? വചനം കേൾക്കുമ്പോഴാണ്. നമ്മൾ ബൈബിളിലെ അമ്മയുടെ സന്തോഷം വായിക്കുന്നുണ്ട്. ഈശോ പ്രസംഗിച്ചപ്പോൾ കേൾക്കാനായിട്ട് ദാഹാർത്തിയായി ഓടിയെത്തിയ അമ്മയുടെ ചിത്രം നമ്മൾ കണ്ടെത്തും. അവിടെ വചനം അവിടെ അമ്മയുണ്ട്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. 4 ദിവസം നിങ്ങൾക്ക് ഇവിടെ ഈ വചന കൂടാരത്തിൽ, ഈ ദിവ്യകാരുണ്യ കൂടാരത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ചേർത്ത് വയ്ക്കാനും കഴിഞ്ഞ വലിയ കൃപയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കേട്ട വചനങ്ങളെല്ലാം അത് ഫലം തരണം, ഫലം തരുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.